ഞാൻ ഓരോ ദിവസവും ഉറങ്ങുമ്പം ചിന്തിച്ച് കിടക്കുന്നതും ജിമ്മിനെ പറ്റിയാണ്. എണീറ്റാലും സ്റ്റാർട്ട് ചെയ്യേണ്ട തന്നെ ജിമ്മിനെ പറ്റിയാണ്. ഇതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളാണ് VM ബഷീർ ഖാൻ. ഫസ്റ്റ് ജേണിയിൽ തന്നെ ഇന്നെ എല്ലാം ആക്കി തന്ന ലത്തീഫ് ഖാൻ. ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ട ആളുകള് ഉള്ള ജില്ല ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ പറയല്ല, എടുത്തു പറയാം മലപ്പുറം ജില്ലയാണ്. ബോഡി ബിൽഡിംഗ് ആകുമ്പോൾ എന്തായാലും ചെറുതായിട്ട് സ്റ്റിറോയിഡ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ അതിനും എല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാനൊക്കെ ചിന്തിച്ച എങ്ങനെയാണെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കണ പൈസക്ക് ഒരു കോഴിമുട്ട കിട്ടും. അപ്പൊ ആ കോഴിമുട്ട കഴിച്ചാൽ എന്താണ് ബോഡിക്കാണ് അതിന്റെ ബെനിഫിറ്റ്. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയതാ. ഇന്നും ഞമ്മക്ക് വരുന്ന പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു രീതി. എല്ലാവർക്കും സ്റ്റൈലോ ടോക്സിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ജിമ്മിൽ വരുന്ന ഏകദേശം ആളുകൾക്കും ഈ ജിമ്മ് തുടങ്ങിയത് എങ്ങനെ തുടങ്ങിയത്, അതുപോലെ എത്ര കൊല്ലായി എന്ന് ആർക്കും ഒരു കറക്റ്റ് അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് വലിയ പേരാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ശരിക്കും പറയണമെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടിങ് ഒരു ജേണി തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ട് ഏട്ടന്മാരാണ്. ഓക്കെ, രണ്ട് ജ്യേഷ്ഠന്മാർ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടേ അത്യാവശ്യം നല്ല ഹെൽത്ത് കോൺഷ്യസ് ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പം എന്താ പറയാ, അവരെ കണ്ടിട്ടാണ് അവര് വെക്കേഷനിൽ നാട്ടിലോട്ട് വരുമ്പോഴാണ് ഇവരെ കാണുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഒരു ബൈസെപ്സ് പിടിച്ചിട്ടും അതേപോലെ എന്താ പറയാ ചെസ്റ്റ് കാണിച്ചിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു നമുക്കൊരു നല്ലൊരു മോട്ടിവേഷൻ തരും. ഐ മീൻ ഇങ്ങനെ കാണിച്ചിട്ട് തന്നെ. അപ്പം അത് കണ്ടെന്ന് തന്നെ ചെറുപ്പത്തിലെ ഭയങ്കര ആഗ്രഹം ജിമ്മിന് പോകണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഇവിടെ പരപ്പനങ്ങാടില്ല ഭാരത് ജിമ്മിലാണ് എന്റെ സ്റ്റാർട്ടിങ്. അതായത് എന്റെ എല്ലാം അത് ഏകദേശം ഒരു 11-12 വയസ്സിലാണ് സ്റ്റാർട്ടിങ് അവിടെ. ഓക്കെ, അപ്പം ഏകദേശം ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വർഷങ്ങളായി. ഓക്കെ, അപ്പൊ അത് അന്ന് തൊട്ടേ നല്ല അത്യാവശ്യം നല്ല എന്താ പറയാ ഒരുപാട് ബോഡി ബിൽഡേഴ്സും ഒരുപാട് ഇതുള്ള ഒരു ജിമ്മാണ്. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. ഞാൻ പറയണത് എവിടെയും തുടക്കം തന്നെ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ എന്നും എടുത്ത് പറയണത് ഞാനായത് അവിടുന്നാണ്. അപ്പം അവിടെ എന്താ പറയാ ഒരു സ്റ്റുഡന്റ് ആയിട്ട് പോണ്. പിന്നെ അത് വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു ട്രെയിനറായിട്ട് കയറുന്നു. ആ ട്രെയിനറായിട്ട് കയറിയപ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണം എന്നായി. പിന്നെ അതായത് ആദ്യം ജിമ്മിന് പോകണമെന്നേനു, പിന്നെ അവിടെ ട്രെയിനറായിട്ട് കയറി ആ ജിമ്മിന്ന് പിന്നെ എനിക്കൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു തോന്നൽ വന്നു. അവിടെ ഏകദേശം വർക്ക് ചെയ്താണെങ്കിൽ ഏകദേശം ഒരു 4 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു എന്താ പറയാ ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂർ നമ്മളെ ഗോൾഡ് ജിമ്മിലേന്. പിന്നെ അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഒരു സർട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഗോൾഡ് ജിമ്മിൽ വർക്ക് കിട്ടി. അവിടെ ഏകദേശം ഒരു 6-7 മാസം വർക്ക് ചെയ്യുന്ന ടൈമിലാണ് പിന്നെ സൗദിയിലോട്ട് ഒരു ചാൻസ് കിട്ടുന്നത്. പിന്നെ സൗദി പോയിട്ട് വെക്കേഷനിൽ വന്ന സമയത്താണ് എന്താണ് ഇങ്ങനെ ഇവിടെ ഒരു ജിമ്മ് സെയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഐ മീൻ സ്റ്റൈലോ ജിമ്മ് ആദ്യം ഒരു ടീം തുടങ്ങിയതേനു. അപ്പം അവരത് എന്താ പറയാ ചെറിയ ബുദ്ധിമുട്ടും കാരണം സെയിൽ ചെയ്യാന്ന് പറഞ്ഞപ്പോ അത് നമ്മൾ ഏറ്റെടുക്കുന്നത്. അവിടുന്നാണ് അതൊരു ചെറിയ ജിമ്മേനു. അതിൽ നിന്ന് ഇപ്പൊ ഇന്ന് ഈ ലെവലിലേക്ക് എത്തി. അതായത് ഇന്നിപ്പോ നമുക്ക് ഈ ലെവലിൽ എത്തി. ഇന്ന് 5-6 ബ്രാഞ്ചും കാര്യങ്ങളിലേക്ക് എത്തി. ഇതിപ്പോ ഒരു ടീം വർക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയും പല സ്ഥലവും ഇഷ്ടം പോലെ ഒരുപാട് അങ്ങനെ ഉണ്ട് ഒരുപാട് ആളുകൾ. അതായത് ഫാമിലിയിൽ നിന്ന് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ള ആളുകൾ ഐ മീൻ ബ്രദേഴ്സ് ഒക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ ഫീൽഡും കാര്യങ്ങളും ഇതൊക്കെയാണ്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ആഗ്രഹം കൊണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും സപ്പോർട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് മെയിൻ എല്ലാവർക്കും അറിഞ്ഞ ഒരു സംഭവമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഇത് ചിലപ്പോൾ നമ്മള് ഏൺ ചെയ്യുന്നതിനേക്കാളും എക്സ്പെൻസ് ഉള്ള ഒരു ഫീൽഡാണ്. ഓക്കെ, ബോഡി മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉള്ള ഒരു മേഖലയാണ്. ഐ മീൻ വെരി എക്സ്പെൻസീവ് ഫീൽഡ് മേഖലയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ബോഡി ബിൽഡിംഗ് ആണ്. കാരണം ഇത് കഴിച്ചാലാണ് എന്തെങ്കിലും കാണുള്ളൂ. ഓക്കെ, വർക്കൗട്ട് മാത്രം പോരല്ല, ഡെഡിക്കേഷൻ മാത്രം പോരാ, ഫുഡും കൂടെ വേണം അതിനനുസരിച്ചുള്ള. അപ്പൊ അന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെയാണ്. കാരണം എനിക്ക് കിട്ടുന്ന പൈസ തന്നെ വീട്ടിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, എന്റെ ആവശ്യത്തിന് എനിക്ക് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് വരണത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഫണ്ടും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇത് എടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിന്റെ പാഷനും പ്രൊഫഷനും കൂടെ ആക്കി മാറ്റി. ഐ മീൻ രണ്ടും കൂടെ ആയതുകൊണ്ടാണ് ഇതിന്റെ വളർച്ച ഈ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയത്. ഓക്കെ, അല്ല അന്ന് ഇപ്പൊ ഒറ്റക്കാരോ ട്രെയിനർ വേറെ ആരെങ്കിലും എല്ലാം A to Z. അതായത് ചില ആളുകൾ വീഡിയോയിൽ പറയാൻ മടിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം പല സംഭവങ്ങളും നമുക്ക് പറയാൻ മടിയേക്കാരും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ മടിക്കുന്നില്ല. അതായത് ട്രെയിനറായിട്ട് നിന്ന് ക്ലീനിങ് ആയിട്ട് ഐ മീൻ ബാത്റൂം വരെ ക്ലീനിങ് എല്ലാം A to Z. അതായത് ജിമ്മ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ വരെ ലീവുള്ള ദിവസങ്ങൾ വരെ ഇവിടെ എന്താ പറയാ തുറന്നിട്ട് ഇവിടെ വന്ന് വെറുതെ ഇരിക്കും. ഇവിടുത്തെ പറഞ്ഞില്ല ഇവിടുന്ന് എടുക്കണ നമ്മളെ ഓക്സിജന് വരെ ഒരു എനർജിയാണ്. അത് ഇന്നും അങ്ങനെ തന്നെ. ഒരു ദിവസം പോലും നമുക്ക് ട്രെയിനേഴ്സും കാര്യങ്ങളും നമ്മളെ കൂടെ
സിൻസിയർ ആയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ടീമാണ് നമ്മളെ കൂടെ ഇപ്പൊ നിലവിലുള്ളത്. ഒരാളെ പോലും എനിക്ക് എന്താ പറയാ ഒരാൾ മോശം എന്ന് പറയാൻ പറ്റൂല. കാരണം അത്രയും സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഇപ്പൊ ഉള്ളത്. എന്നാൽ പോലും പ്രത്യേകിച്ച് ഈ ജിമ്മില് ഞാൻ എപ്പോഴും പല ആളുകളോടും പറഞ്ഞാണ്, എന്താ പറയാ ഇവിടെ ഒരു ദിവസം ഒരു നേരെങ്കിലും വന്ന് പോയില്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു എനർജി ഔട്ടാണ്. അത് ഇന്നും എന്റെ ലൈഫിൽ അങ്ങനെ തന്നെ. ഇവിടെ ഫസ്റ്റ് ട്രെയിനറായി നിങ്ങളല്ലാതെ ഞാനല്ലാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തേല് നിസാർ ഭായി അനു നമ്മളെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. നിസാർ ഭായി അനു ഫസ്റ്റ്. ജിം സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം ഫസ്റ്റ് ട്രെയിനർ ആയിരുന്നു ഞാനാണ്. ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആളായി ആള് അത് എനിക്ക് തോന്നുന്നു കാലങ്ങൾക്ക് ശേഷം ഒരുപാട് കാലം ഏകദേശം ഒരു 6-7 വർഷം പോലെ 7-8 വർഷം പോലെ ഞാൻ ഒറ്റക്ക് തന്നെ. അത് ഞാൻ പറഞ്ഞില്ല, അത് അത്രയും ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നു അത്ര ആളുകളില്ല. സ്പേസ് ഇപ്പൊ ഒരുപാട് കൂട്ടി, നമ്മൾ ഒരുപാട് എക്യുപ്മെന്റ് കൂട്ടി. പക്ഷെ അന്ന് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനറെ കാണൂല. നമുക്ക് ക്ലയൻസ് അത്രയും ക്ലയൻസ് ആക്കാരം, ട്രെയിനറെ കാണൂല. ഐ മീൻ നമ്മളെ ഈ തൊണ്ടയിൽ വെള്ളം ഉണ്ടാവില്ല. അത്രയും എന്താ പറയാ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു ഇതാക്കി കുറെ എന്താ പറയാ. പിന്നെ അന്ന് ഒരുപാട് ഫാൾട്ടുകൾ നമ്മളെ കയ്യിലുണ്ട്, ഒരുപാട് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്താന്നുള്ളത്. ഇന്നിപ്പോ അതൊക്കെ നികത്തി സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഇതിലായതുകൊണ്ട് ഒരുപാട് നമ്മളതായിട്ടുള്ള ഫാൾട്ടുകൾ ഇന്നിപ്പോ നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്ത് ആ രീതിയിൽ ആക്കി. ഒരു ഏകദേശം ഒരു 8 വർഷത്തിന് ശേഷമാണ് ഒരു ട്രെയിനറായിട്ട് ഒരാൾ വരുന്നത്. ഓക്കെ, ആള് ഏകദേശം ഒരു 6-7 മാസം നിന്ന് ആള് പോയി. പിന്നെ വന്നത് വേറൊരാളാണ്. ഐ മീൻ അത് 2 വർഷത്തോളം. അത് കഴിഞ്ഞാണ് ഇപ്പൊ നമ്മളെ നിലവില് ഇപ്പം നിസാർ ഭായ് ആണെങ്കിലും നിയാസ് രണ്ടാളും ഇപ്പം വന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അതിനേക്കാളും സെറ്റായി അടിപൊളിയായി. ആളുകൾക്ക് ഒന്നും കൂടെ നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ. നമ്മള് ഈ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്ത് ഈ ജിമ്മിൽ തന്നെ ആ ട്രെയിനറായിട്ട് ഇപ്പൊ നമ്മളെ ഇരുപതാൾക്കാരുണ്ടല്ലോ, അമീൻ പെടുന്നതാണ് എന്റെ അഭിപ്രായം, സാറാക്കി പെടുന്നതാണ്. ഓലെങ്ങനെ നിങ്ങൾക്ക് എത്തി, നിങ്ങൾ എത്തിയതെങ്ങനെ? ഈ പറഞ്ഞ പോലെ തന്നെ വേറെ മേഖലയിലുള്ള ആളുകളെ ഇനി ഇവിടെ വന്ന് ഇതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ജേർണി പോലെ തന്നെയാണ് ഞാൻ അവരിലും കണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടുള്ള ഒരു താല്പര്യം മെയിൻ ആയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഏത് മേഖലയോടും ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. ആ ഒരു താല്പര്യമുള്ള ആളുകളെ, കാരണം ഞാൻ സത്യം പറഞ്ഞ ഞാനായിട്ട് കാണുന്ന ആളുകളെയാണ് ഞാൻ കൂടുതലായിട്ട് കൂട്ടിപ്പിടിക്കല്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എനിക്ക് ഞാൻ വന്ന വഴി ഓരോ സംഭവങ്ങളും അറിയാം എന്താണ് എങ്ങനെയാന്നുള്ളത്. കാരണം അന്ന് ഒരുപാട് ആളുകൾ കളിയാക്കിയ ആളുകൾ, ഒരുപാട് ആളുകൾ നമ്മളെ കളിയാക്കിയാണ്. കാരണം ഈയൊക്കെ ജിമ്മ് പോവേ. പിന്നെ വേറെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ജിമ്മിൽ വരുമോ ഈ ഏരിയയില് ആളില്ലാത്ത ഒരു ഏരിയ. യെസ്, അതാണ്. അതായത് ഒരു ഒഴിഞ്ഞ സ്ഥലം, ഒരു ഒഴിഞ്ഞ ബിൽഡിങ്, പിന്നെ എനിക്ക് തോന്നുന്നു താഴെ ഒരു ഷോപ്പ് ഒറ്റേ ഉള്ളൂ. അതെ, അതായത് ഇത് കംപ്ലീറ്റ് എന്താ പറയാ ഒരു കാട് പിടിച്ച ഏരിയയാണ്. കാട് പിടിച്ച ഏരിയയില് ഇവര് ആദ്യം തുടങ്ങിയ ടീമാണെങ്കിലും അവരും വിചാരിച്ച അവര് തുടങ്ങുന്ന ടൈമിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഏറ്റെടുക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും കുറെ ആളുകൾ എന്നെ പിന്തിരിപ്പിച്ചാൽ നോക്കിയാണ്. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കണ്ട, വെറുതെ എടുത്തുകാണ്ട് പെടാൻ നിൽക്കണ്ട, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ പല സ്ഥലത്തും ഇപ്പൊ ഞാൻ ലാസ്റ്റ് കുറച്ചൊരു 3 വർഷം മുന്നേ ചെയ്ത പൂക്കിപ്പറമ്പാണെങ്കിലും ഒരു ഒഴിഞ്ഞ ഏരിയ ആണെങ്കിലും ആ ബിൽഡിംഗ് കണ്ടപ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അവിടെ തുടങ്ങിയിട്ട് എന്താ കാര്യമുള്ളത്. കാരണം അത്രയും എന്താ പറയാ ഒരു ഇരുട്ട് പിടിച്ച സ്ഥലം, ആ ഒരു വെളിച്ചില്ല, രാവിലെ ആയാൽ പോലും ഒരു നേരം വെളുക്കാത്ത ഏരിയ. മീൻസ് ആ ഏരിയനെ പറ്റില്ല പറഞ്ഞ ആ ബിൽഡിംഗ് നിൽക്കുന്ന ലൊക്കേഷൻ അത് അങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് ആളുകൾ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു എങ്ങനെ അവിടെ നടക്കുമെന്ന്. പക്ഷെ നമുക്ക് നമ്മളതിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമ്മളെ ബ്രാൻഡിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പൊതുവെ ഞാൻ സത്യം പറഞ്ഞെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി, ഐ മീൻ എന്താ പറയാ സന്തോഷത്തോടു കൂടി ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബ്രാൻഡ് ഒരു ഓപ്പണിംഗ് ഷോട്ടിലിന്റെ ഒരു ഫ്ലെക്സ് എവിടെങ്കിലും ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ മുന്നിൽ തൂക്കി കഴിഞ്ഞാല് അവിടെ ആളുകൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, വളരെയധികം സന്തോഷമാണ്. ഒരിക്കലും അഹങ്കാരമല്ല, പിന്നെന്താ പറയാ സ്വയം അഹങ്കരിക്കല്ല, അങ്ങനെ മാത്രം, മറ്റുള്ള രീതിയിലൊന്നും അഹങ്കരിക്കണില്ല. ആളുകൾ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റൈലോ വരുന്നുണ്ട്, സ്റ്റൈലോ ജിമ്മ് അവിടെ വരുന്നുണ്ടല്ലേ, സ്റ്റൈലോ വരുന്നുണ്ടല്ലേ, ചിലപ്പോൾ വിളി വരും നിങ്ങളെ ജിമ്മ് അവിടെ വരുന്നുണ്ടല്ലേ, അടിപൊളിയായിട്ടാ നിങ്ങൾ വരികയാണെന്ന് ആളുകളിൽ ആളുകൾക്ക് നമ്മളേൽ എന്താ പറയാ ഒരു ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ട്. സ്റ്റൈലോ എന്നുള്ള ആദ്യത്തെ ആ ടീം ഇട്ടതാണ്. അത് അവര് ചെയ്ത് അവരിതാക്കി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒതുങ്ങി കൂടിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓരോ ദിവസവും ഉറങ്ങുമ്പം ചിന്തിച്ച് കിടക്കണതും ജിമ്മിനെ പറ്റിയാണ്, എണീറ്റാലും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ജിമ്മിനെ പറ്റിയാണ്. ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും ഇന്നും നിലവിൽ ഞാൻ ഇപ്പൊ ട്രെയിനിങ്ങിന് വല്ലാണ്ട് ഇറങ്ങണില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും ഭയങ്കര അസ്വസ്ഥതയാണ്. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ്ങിന് ഇറങ്ങണം എന്നുള്ള മനസ്സിൽ ഇങ്ങനെ തോന്നും. കാരണം ഇപ്പൊ സർട്ടിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ ഒരുപാട് സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളാണ് VM ബഷീർഖാനോട് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല എന്റെ ഫസ്റ്റ് ജേർണിയിൽ തന്നെ എല്ലാം ആക്കി തന്ന ലത്തീഫ് നഹ ഭാരത് ജിമ്മിന്റെ. അപ്പം
ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഇതിന് ആയി കഴിഞ്ഞാലും മതി. ഞാൻ അടുത്ത് കട്ടയില്ല. വേണ്ട. ഇപ്പൊ അതിന് ശേഷം ഇപ്പൊ കൊറോണ എന്ന ടൈം വന്ന്, കൊറോണ ടൈമിൽ ശേഷം അധിക ജിമ്മും ക്ലോസ് ആയിരുന്നു, ഒരു വരുമാനം ഇല്ലാത്ത ടൈമായിരുന്നു. അപ്പൊ ആ ടൈം എങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ആൾക്കാർ കേട്ടിട്ടുണ്ട്. അന്ന് ഇപ്പൊ അവർ ഓൺലൈനിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, അന്ന് അതിന്റെ ശേഷം അധികം ആൾക്കാർ ജിമ്മിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയത്. അപ്പൊ ആ ടൈം എങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ആ കൊറോണ ടൈമിൽ ഏകദേശം അന്ന് 2-3 ജിം ആ ടൈമിൽ ഉണ്ട് തോന്നുന്നത്. 2 ജിം ഉണ്ട്, അത് 2-3 ട്രെയിനേഴ്സും എല്ലാം കൂടി ആകുമ്പോൾ വീട്ടിലെ അതൊക്കെ നോക്കും വേണം. അതിൽ ട്രെയിനിങ് ഇല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ ആ ടൈമിൽ എന്തെങ്കിലും ഏട്ടൻ ചെയ്തിരുന്നപ്പോ? സത്യം പറയണമെങ്കിൽ വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. അതായത് ഒരു ഏകദേശം ഫസ്റ്റിലെ കൊറോണ ടൈമില് 2 ഘട്ടങ്ങളായിട്ടാണ് വന്നത്. ഫസ്റ്റ് ഘട്ടത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 മാസം 9 മാസം പോലെ ജിമ്മ് ക്ലോസ് ചെയ്ത്. കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്, ഫസ്റ്റ് ക്ലോസ് ചെയ്യണതും ജിമ്മാണ്. ഏകദേശം ജിമ്മ് തീരെ തുറക്കാതെ കൊടുത്തിട്ടില്ല പെർമിഷന്. ബാക്കിയുള്ള 10-15 ആളെ ചെയ്യുകയാണെങ്കിൽ തുറക്കാം. അതെ അതെ അതെ, ടൈമും കാര്യങ്ങളും ഇതെല്ലാം വെച്ച്. പക്ഷെ അതിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 8 മാസത്തില് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ജിമ്മാണ് ക്ലോസ് ചെയ്യിപ്പിക്കുന്നത്, ലാസ്റ്റ് ആണ് ജിമ്മ് തുറക്കാനുള്ള അനുമതി തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പോയൊരു സമയത്ത് സത്യം പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, കുറച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മളതായിട്ടുള്ള പേഴ്സണൽ ക്ലയൻസ് ഇല്ല, അതായത് പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്ന കുറച്ച് ക്ലയൻസ് ഉണ്ട്. അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അതിന് കാര്യങ്ങൾ നടന്നത്, അതും ഇന്റേതായിട്ടുള്ള എന്റെ പേഴ്സണൽ ക്ലയൻസ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന പൈസ ആയിട്ട് ഞാൻ എന്റെ കൂടെ നിന്നവർക്ക്, അതായത് അവർക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്, ഇന്റേതായിട്ടുള്ള എനിക്ക് ചെലവുകളുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അവർക്കും ഫാമിലി ഉണ്ട്, അവരുടേതായിട്ടുള്ള ചെലവുകളുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഘട്ടത്തില് ശരിക്കും നമുക്ക് പറഞ്ഞ പോലെ തന്നെ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫുഡ്, അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലായിട്ട് കഴിക്കേണ്ട ആളുകളാണ്, കാപ്സ് കുറച്ച് കഴിക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അതിന് പറഞ്ഞ പോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതിപ്പോ നമുക്ക് കൊറോണ ആയിക്കണമെങ്കിലും ഏതായിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ കോംപ്രമൈസ് ഇല്ല. അപ്പൊ ആ ഒരു രീതിയിൽ ഇവർക്കും വേണം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അല്ല അവരെ വീട്ടിലേക്ക് കുറച്ച് അരിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഇത്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടേനു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പീട്ടി എടുത്തിട്ടും കാര്യങ്ങളും, പിന്നെ എന്താ പറയാ കുറച്ച് കടങ്ങളും കാര്യങ്ങളും, അത് ശരിക്കും എന്താ പറയാ ശരിക്കും എല്ലാരും ചിന്തിപ്പിച്ച ഒരു സമയമാണ്. പിന്നെ അത് കഴിഞ്ഞ 6 മാസം ഒരു 2-3-4 മാസം തുറന്ന് പിന്നെ വീണ്ടും 6 മാസം ക്ലോസ് ചെയ്ത്. ശരിക്കും പറയണതിന് പിന്നെ വേറൊരു കാര്യം കൂടെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ ബിൽഡിംഗ് ഓണർ അതായത് എന്നോട് റെന്റ് വേണ്ടാന്നില്ല, എന്നോടൊന്നല്ല ഈ ബിൽഡിങ്ങിലുള്ള ഇപ്പം നിലവിലുള്ള എല്ലാ ടീമിനോടും റെന്റ് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് കുറെയൊക്കെ പിടിച്ചിക്കാൻ പറ്റിയത്. കാരണം ഇതിന് റെന്റും കൂടെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പിടിച്ചിക്കാൻ പറ്റൂല. പിന്നെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ തരാന്നുള്ള ലെവലിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, പിന്നെ അതിന്റെ ശേഷം കൊറോണ കഴിഞ്ഞ ശേഷം ഒരു നല്ലൊരു ടൈം വന്നു. ശേഷം ആ ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി നമുക്ക് ഹെൽത്ത് എന്ത് ചെയ്യണം, ഒന്ന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞപ്പോൾ ശേഷം എല്ലാവരും ജിമ്മിക്ക് വന്നു തുടങ്ങി. അപ്പൊ ആ ടൈം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും കൂടി അത് കണ്ടപ്പോൾ? അതായത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ആ ടൈം പോലെ കുറെ ആളുകൾ ആ ജിമ്മ് സ്റ്റോപ്പ് ചെയ്ത് പരിപാടി കഴിക്കുന്ന ട്രെയിനേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഓണേഴ്സ് ഉണ്ട്. കാരണം നമുക്ക് നടക്കൂല, നഷ്ടത്തിലാണ്. ആ ട്രൈകൾ ചെയ്ത് പിന്നെ ഒരു ടൈം വന്ന് എല്ലാവരും ഹെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം, അതൊന്ന് എല്ലാവർക്കും റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അതിന് ശേഷം എല്ലാ ജിമ്മിലും എല്ലാവരും ഹെൽത്ത് നല്ല ഫോക്കസ് ചെയ്ത് നല്ല ബോഡി ഫിറ്റ് ആക്കണം. ലേഡീസ് ഉൾപ്പെടെ. അത് ലേഡീസ് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് പറഞ്ഞാൽ ജിമ്മിൽ പോകാൻ ഗുണ്ടാളെന്ന ചിന്താഗതി. ജിമ്മിൽ ലേഡീസ് തീരെ പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ പോയി എന്നുള്ള കല്യാണം നടക്കൂല, അങ്ങനെ ചിന്തകളാണ്. ഇപ്പൊ ഏകദേശം എല്ലാ ജിമ്മിലും ഇപ്പൊ നമ്മള് എവിടെ നോക്കി കഴിഞ്ഞാൽ ജിമ്മിൽ ആവശ്യം ലേഡീസുകളും 50% ഇപ്പൊ ലേഡീസ് ആയി തുടങ്ങി. അതുപോലെ ലേഡീസ് ആണെങ്കിൽ ഫസ്റ്റ് ജിം ആണുങ്ങളുടെ കൂടെ കളിക്കുക, മിക്സ് ആയിട്ട് കളിക്കുക, അങ്ങനെ കുറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ആ കൊറോണ കഴിഞ്ഞ കാലശേഷമാണ് എല്ലാവരും ഈ ഫിറ്റ്നസ് നല്ല ഇൻട്രസ്റ്റ് ഏകദേശം നല്ലൊരു വരുമാനം വന്നു തുടങ്ങിയത്, അതുപോലെ ആളുകൾ ഹെൽത്ത് ഫോക്കസ് തുടങ്ങിയത്. ആ ടൈം എങ്ങനെയായിരുന്നു? ആ ടൈം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൊറോണ സമയത്ത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന ഒരു സംഭവമാണ് എന്താ പറയുക, ഇമ്മ്യൂണിറ്റി പവർ. അങ്ങനെ ആളുകൾ സത്യത്തിൽ പറയണ കുറെ ആളുകൾ ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കും കൂടെ കാരണം നമ്മൾ നാടൻ ആളുകൾ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ ആളുകൾക്ക് മനസ്സിലായി ഹെൽത്ത് വേണം, അതേപോലെ ഇന്റേണൽ ഓർഗൻസിന് അതേപോലെ തന്നെ നല്ല പവർ വേണം. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാർഡിയോ സെക്ഷൻ ചെയ്യണം, അതേപോലെ തന്നെ മസിലിന് സ്ട്രെങ്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. ഇതൊക്കെ വേണം എന്നുള്ള ചിന്തകൾ വന്നത് സത്യം പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കണം. നമ്മളൊരു 1.5 വർഷം ശരിക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് ശരിക്കും നല്ല ഹെൽപ്പ് ചെയ്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളേക്ക് ആളുകളും ഒന്നും കൂടെ ബോധേഡായി. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് വേണം എന്നുള്ളതും. ഇവിടെ ശരിക്കും നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ട ആളുകള് ഉള്ള ജില്ല ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ പറയല്ല, എടുത്തു പറയാം മലപ്പുറം ജില്ലയാണ്. കാരണം ഫുഡി ആൾക്കാർ കംപ്ലീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ പുറത്തു പോയാലും നമുക്ക് കാണാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 12 മണിക്കും 1 മണിക്കും 2 മണിക്കും
എല്ലാ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകളൊക്കെ ഫുള്ളാണ്. ഫുള്ളാണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ചില സ്ഥലത്തൊക്കെ ഏറ്റവും തിരക്ക് കൂടിയ സ്ഥലങ്ങളാണ് എറണാകുളം, കോഴിക്കോടൊക്കെ. കോഴിക്കോട് എടുക്കണ്ട, നമുക്ക് എറണാകുളത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 9 മണി 10 മണി ആകുമ്പോഴത്തേന് റെസ്റ്റോറന്റുകളൊക്കെ കാലിയാക്കാറ്. കാരണം ആളുകൾ അവിടെ കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇവിടെ കുറച്ച് അതിന് കുറവാണ്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊറോണ വന്നതിന് ശേഷം ഫുഡ് അടിയിൽ കുറവൊന്നുമില്ല, പക്ഷെ കൊറോണ വന്നതിന് ശേഷം ഇപ്പൊ എന്താ പറയാ, ജിമ്മിലോട്ട് ആളുകൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞത് വളരെയധികം കറക്റ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഒന്നും കൂടെ ജിമ്മിലോട്ട് വരാൻ കൂടിയത്. ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ, എക്സ്പെഷ്യലി ലേഡീസ് ആണെങ്കിൽ പോലും ലേഡീസും വരൽ തുടങ്ങി. കാരണം അവർക്കും മനസ്സിലായി ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു ഡെലിവറി കഴിഞ്ഞാണെങ്കിൽ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ലേഡീസ് ഇതാവണം. നമ്മളെ ഫുഡിലൂടെ പറഞ്ഞ സംഭവം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ PCOD പോലത്തെ സംഭവങ്ങൾ, അതേപോലെ തന്നെ എന്താ തൈറോയിഡ് ഹോർമോണിന്റെ ഇത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ലോവർ ബാക്ക് പെയിൻ, എന്താ പറയാ ബാക്ക് പെയിൻ, അതേപോലെ തന്നെ നീ പെയിൻ, അതേപോലെ ആംഗിൾ പെയിൻ, അതൊക്കെ എന്താ വെച്ചാൽ ഓവർ വെയിറ്റ് കൊണ്ടുള്ള പ്രശ്നം. ഈ ഡെലിവറി കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരൽ തുടങ്ങി. അപ്പം ഒരു ഡോക്ടറെ പോയി കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് കുറച്ച് ബോഡി വെയിറ്റ് കുറക്കണം എന്ന് പറയുമ്പോൾ ഇവർക്ക് വേറൊരു ഇതില്ല, ഓപ്ഷൻ ഇല്ല. അപ്പം ജിമ്മിലോട്ട് ഇപ്പൊ നിലവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാലോ, ഇപ്പൊ ലൈവിൽ ഇപ്പൊ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീംസ് ഇപ്പൊ നിലവിൽ വർക്കൗട്ട് ചെയ്യാം, ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും വരുന്നുണ്ട്. ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ല, ആളുകൾ ഇപ്പം സത്യം പറയണമെങ്കിൽ അടിപൊളിയായിട്ട് ഒന്നും കൂടി ബോധേഡായി എങ്ങനെ ഹെൽത്ത് വേണം എന്നുള്ളതും ജിമ്മ് അതിനെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. എന്നാൽ ഇപ്പോഴൊരു തോട്ടം എന്താ വെച്ചാല് ജിമ്മ് എന്നുള്ള ഒരു ബോഡി ബിൽഡേഴ്സ് മാത്രമാണ് ജിമ്മ് എന്നുള്ള ഇപ്പോഴും ആളുകളുടെ ധാരണ കുറെ മാറി. എന്നാലുണ്ട് ഇപ്പോഴും ധാരണ ജിമ്മിൽ പോകുന്നവർക്ക് ബോഡി ബിൽഡേഴ്സ് ആണ്. അങ്ങനത്തെ ആ ചിന്താഗതിയോടെ എന്തെങ്കിലും തോന്നുന്നത്? അതായത് ശരിക്കും പറയുന്നത് സത്യമായിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ കടമെടുക്കുന്നത്. അതായത് ഞാൻ വിട്ടുപോയതാ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആളുകള് 2-3 കാര്യങ്ങളതിന്. ഒന്നാണെങ്കിൽ ജിമ്മിൽ പോണ ആളുകളും ജിമ്മ് നടത്തുന്ന ആളുകളും, അതായത് ഒരു കൊട്ടേഷൻ ലെവലിലുള്ള അല്ലെങ്കിൽ ഗുണ്ടകൾ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആളുകൾ കണ്ടിരുന്നത്. അതേപോലെ തന്നെ എന്താ പറയാ, പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞത്. കല്യാണം ആലോചിക്കുമ്പോൾ എന്താ ചെക്കന് പണി എന്ന് ചോദിക്കുമ്പോൾ അവൻ ജിമ്മിലാണെന്ന് പറയുമ്പോ തന്നെ വേണ്ട, അങ്ങനെ ഒരു കല്യാണം. കാരണം എനിക്കൊക്കെ ഒരുപാട് അനുഭവമുള്ള നമുക്ക് വേണ്ട ആ ഒരു കല്യാണം ആലോചന, അത് വേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊക്കെ ആ ഒരു ലിസ്റ്റില്, അതായത് എന്താ പറയാ ഭയങ്കര മസിൽ പെരുപ്പിച്ച് നടക്കുന്ന ആള്, അങ്ങനത്തെ ഒക്കെ ഒരു തോന്നല്, ഒരു തോട്ടേന്. പക്ഷെ അതിൽ നിന്ന് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ടോട്ടലി ആളുകൾ മാറി. അതായത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ജിമ്മില് നമ്മൾ ഒരുപാട് ബോഡി ബിൽഡേഴ്സിന്റെ കഥകളൊന്നും നമുക്ക് പറയാനില്ല. ഓക്കെ, ഒരുപാടില്ല, ഉണ്ട്, വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. ഒരുപാട് എടുത്തു പറയാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അതിനല്ല കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് നല്ലൊരു ഗെയിമാണോ എന്ന് വെച്ചാൽ നല്ലൊരു തന്നെയാണ്. അതേപോലെ തന്നെ ഒരുപാട് നല്ല ഡെഡിക്കേഷൻ വേണം. നമ്മൾ പറഞ്ഞ പോലെ 100 ആളെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരു 8 ആളോ 10 ആളോ ആകെ ഒരു ബോഡി ബിൽഡർ ആവാൻ പറ്റുള്ളൂ. കാരണം അത് ഡെഡിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മളെ മുന്നിൽ പല സാധനങ്ങളും വന്നു പോകും, അതായത് പല ഫുഡും നമ്മളെ മുന്നിൽ വന്നു പോകും. അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ഏതോ ഒരു പഴയ ഒരു ബോഡി ബിൽഡർ ആരോ പറഞ്ഞ പോലെ തന്നെ എന്ത് കാണുകയാണെന്നെങ്കിൽ നോ എന്ന് പറയാൻ പഠിക്കണ ഒരു സംഭവമാണ്. അതായത് ആ ഒരു രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഒരു ബോഡി ബിൽഡർ എന്ന് പറഞ്ഞാല്. അതായത് എല്ലാ രീതിയിലും അത്യാവശ്യം നല്ല നടണമെങ്കിൽ മെന്റലി അയാള് എന്താ പറയാ എല്ലാം ടോട്ടലി നോക്കുകയാണെങ്കിൽ ആ ആള് ഭയങ്കര ദയകരം. അപ്പൊ നമ്മൾ അതിനെ മാക്സിമം എന്താ പറയാ അതിനെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം അത് പറഞ്ഞ പോലെ തന്നെ ചിലപ്പം ബോഡി ബിൽഡിംഗ് ആകുമ്പോൾ എന്തായാലും ചെറുതായിട്ട് സ്റ്റിറോയിഡ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ അതിന് വല്ലാണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇനി നമ്മളൊരു കൺസെപ്റ്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 5 വയസ്സായ കുട്ടി മുതൽ, അതായത് ഒരു 5 വയസ്സായ കുട്ടി മുതൽ ഒരു 100 വയസ്സ്, അല്ലെങ്കിൽ ഇനി 100 വയസ്സ് വേണ്ട, ഇനിയിപ്പോ അത് ഒരുപാടായി പോയി, ഒരു 70, 75, 80 വയസ്സുള്ള ആളുകൾക്ക് വരെ വന്നാല് അവർക്ക് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് കൊടുക്കാനുള്ള വർക്കൗട്ട് നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, നമ്മളിപ്പോ നിലവിൽ ഒരു കാര്യം കൂടി എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ജിമ്മില് എല്ലാ ജിമ്മിലും സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് ആണ്. ഓക്കെ, സർട്ടിഫൈഡ് ട്രെയിനേഴ്സിന്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും സർട്ടിഫിക്കേഷനും മാത്രമല്ല, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കൊണ്ട് എന്താ കാര്യമില്ല, എക്സ്പീരിയൻസ് കറക്റ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അപ്പൊ ഒരു ക്ലയന്റ് വരികയാണ്, ആ ആൾക്ക് ഒരു മെഡിക്കൽ കണ്ടീഷനുള്ള ഒരാളാണ്. ആ ആള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം കാര്യമില്ല, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അനാട്ടമി കാര്യങ്ങൾ, ഒരു അനാട്ടമി പഠിച്ച ആളായിരിക്കണം എന്താവണം ഒരു ട്രെയിനർ. ആസ് എ ട്രെയിനർ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ഹാഫ് ഡോക്ടർ, അല്ലെങ്കിൽ ഒരു 1/4%, 20% നമ്മളൊരു ഡോക്ടറെ കുറച്ച് അറിവും കൂടെ നമുക്ക് വേണം. ഐ മീൻ ഒരു അനാട്ടമി പഠിച്ച ആളായിരിക്കണം ഒരു ട്രെയിനർ. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. അവർക്ക് ഞാൻ പിന്നെ അതേപോലെ തന്നെ അവരെ ഫീഡ്ബാക്കും ഇതേപോലെ തന്നെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കും. ഓരോ കാര്യങ്ങളും നമ്മളെ ട്രെയിനേഴ്സിന് തന്നെ അവിടെ ഓരോ ജിമ്മിലും
എന്തൊക്കെ നടക്കുന്നത്, എങ്ങനെയൊക്കെ ആളുകളെ റെസ്പോൺസ് എന്താന്നുള്ളത് കറക്റ്റ് എടുത്തിട്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ ട്രെയിനേഴ്സ് നമ്മളോട് പറഞ്ഞ എന്താണ്, നമ്മളെ കൂടെ നിൽക്കണ, ഞാൻ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞില്ല, നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അവരും ചോദിക്കലാണ് ആരെങ്കിലും എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ നിങ്ങൾ പറയണം എന്ന് പറയുന്ന ടീമാണ്. അപ്പൊ അതില് ഞാൻ ഭയങ്കര എന്താ പറയാ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഇപ്പൊ ഡയറ്റ്. ഇപ്പൊ കുറച്ച് 2-3 മാസം മുമ്പാണ് തോന്നുന്നത് കണ്ണൂർ ലേഡി, ചെറിയ പെൺകുട്ടി തന്നെ യൂട്യൂബ് നോക്കിയൊക്കെ ഡയറ്റ് ചെയ്ത് കാണുക മരണം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഓവർ ഡയറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, എന്നാൽ ഡയറ്റ് എടുക്കാത്തവരുണ്ട്. അപ്പൊ ഡയറ്റിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് അവരുടെ സർട്ടിഫിക്കേഷൻ ചെയ്തതാണ്, നമ്മളെ കൂടുതൽ ചെയ്തതാണ്. അപ്പൊ അതിനാണ് തോന്നുന്നത് ഡയറ്റിന്റെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇന്ന് യൂട്യൂബാണ് എല്ലാ കാര്യത്തിനും എടുത്തു നോക്കുകയാണെങ്കിൽ, വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും യൂട്യൂബാണ്. അതേപോലെ തന്നെ വർക്കൗട്ട് തന്നെ നമ്മൾ എത്രയോ ആളുകളെ നമ്മൾ കണ്ടുകയാണ്, ഒരുപാട് ആൾക്കാരെ നമ്മൾ ഫേസ് ചെയ്യണം. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫോൺ എടുത്തിട്ട് കാണാൻ ഏതെങ്കിലും മൂലൊക്കെ പോയിട്ട് ഇങ്ങനെ ഫോണിൽ നോക്കണ്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ ഇതേപോലെ തന്നെ പല ആളുകളെ വർക്കൗട്ടുകൾ ഉണ്ടാവും, പല വർക്കൗട്ടുകൾ. അതായത് ഇന്നത്തെ ജനറേഷന് വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി വർക്കൗട്ടാണ് ഡെയിലി. അതായത് ശരിക്കും പറഞ്ഞാൽ തന്നെ 4 to 6 വീക്സ് ഒരു വർക്കൗട്ടിന് നമ്മളിങ്ങനെ ഒരു മിനിമം ഒരു 4 to 6 വീക്സ് ഒരു വർക്കൗട്ടിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അത് നമ്മൾ ലോഡ് കൂട്ടി ചെയ്യാൻ പറ്റും. അതുപോലെ എന്താ പറയാ, ആ ഒരു വർക്കൗട്ട് നമുക്ക് എന്തൊരു പ്രോപ്പർ ആയിട്ട് എങ്ങനെ ആ വർക്കൗട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് ഒരു ഇത് കിട്ടും, എയിം കിട്ടും. അപ്പൊ അതിനുള്ള ടൈം ഇന്ന് ഒരു ക്ലയൻസിന് എന്നെല്ലാം പറഞ്ഞ് വളരെ ഇപ്പം വരുന്ന യങ്സ്റ്റേഴ്സിന് മെയിൻലി ഒരു ട്രെയിനർ മോശക്കാരനാവില്ല. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 വീക്കോ അല്ല ഒരു 3 വീക്കോ, മാക്സിമം ചിലപ്പോൾ ഒരു 1 മന്ത് തന്നെ ചിലപ്പോൾ അയാൾക്ക് ഒരേ റൊട്ടീനിലുള്ള വർക്കൗട്ട്. അപ്പൊ ഇന്നിപ്പം എന്താ പറയാ ചെസ്റ്റും ട്രൈസെപ്സും ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ ബാക്കും ബൈസും ചെയ്യുന്നത്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഷോൾഡറും അങ്ങനെ മീൻ കാഫോ അങ്ങനെ എന്തെങ്കിലും ഷോൾഡർ ഫോറംസ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ച വന്നുകൊണ്ട് ആളോട് ട്രെയിനറോട് ചോദിക്കുമ്പോൾ ട്രെയിനർ അതേ വർക്കൗട്ട് തന്നെ വീണ്ടും കൊടുക്കുകയാണ്. അപ്പൊ അയാൾ കുറച്ച് നോളജ് ഉള്ളതുകൊണ്ടായിരിക്കാനും ചിലപ്പോൾ അയാൾ അങ്ങനെ കൊടുക്കുന്നത്. പക്ഷെ ഈ ക്ലയന്റിന്റെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇയാൾ പോരാ, ആ ട്രെയിനർ പോരാന്നേ പറയുള്ളൂ. നേരെ മറിച്ച് ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ വർക്കൗട്ടുകൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ ട്രെയിനർ ഉഷാറാന്ന് പറയും. ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബ് നോക്കിയാണ്ടുള്ള ഡയറ്റ് ആയാലും വർക്കൗട്ട് ആയിക്കണമെന്നുണ്ടെങ്കിലും അത് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ബോഡിക്ക് അനുസരിച്ച് അയാളെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചേക്കാരം ആ ഒരു ഡയറ്റ് ചിലപ്പം അവര് തയ്യാറാക്കുന്നത്. അതേപോലെ തന്നെ വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ആളിപ്പോ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വർക്കൗട്ട് എന്നുണ്ടെങ്കിൽ എന്താ പറയാ, അത്രയും അയാള് എക്സ്പീരിയൻസ് ആയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ അത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എവിടെങ്കിലും ചെറിയൊരു ഫോൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറി എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു സംഭവമാണ്. ഇഷ്ടം പോലെ അതാണ് പുറത്തുള്ള ഒരുപാട് ആളുകളെ. പക്ഷെ എന്താണ് ചെയ്യണതിന് കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ നമ്മളിപ്പോ ഇത്ര 3 ട്രെയിനേഴ്സ് ആണ്, ഈ 3 ട്രെയിനേഴ്സ് നമ്മൾ ചെയ്യണതിൽ ഉണ്ടാവും ഒരുപാട് ഫോൾട്ടുകൾ അല്ലെ. അത് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഇയാൾ ചെയ്യണത് നോക്കണ്, ഐ മീൻ ഞാൻ കാണുമ്പോൾ ചിലപ്പോൾ എനിക്കതിൽ ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പമായിട്ട് തോന്നും. ഞാൻ ചെയ്യണ ഇയാൾ ഇങ്ങോട്ട് നോക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴാണ് അതിന്റെ ഇത് മനസ്സിലാവില്ല. അതായത് ഫോം എന്നുള്ളൊരു സാധനം, ഫോം ക്ലിയർ ചെയ്യലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണില്ല നമ്മളെ ഫോം എങ്ങനെയാണ് പോകുന്നുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ ഡയറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഡയറ്റ് എന്നുള്ളൊരു സാധനം സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു സാധനമല്ല, അത് ഓരോ ആളുകളെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഇതേപോലെ തന്നെ യൂട്യൂബ് നോക്കി അതേപോലെ തന്നെയാണ് ഒരു ലഹരി. അത് വേറെ പാർട്ട്. ഇപ്പോഴത്തെ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പോലും അറിയാൻ കഴിയണില്ല അവരെന്താണ് ഉപയോഗിക്കുന്നത്, എന്തിന് അടിമയാണ്. അത് മനസ്സിലാവില്ല. പണ്ട് പറഞ്ഞ ഒരു കള്ള് അതുപോലെ നമ്മൾ മാത്രമല്ല അത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴത്തെ വീട്ടുകാർക്ക് ഫാമിലി പോലും എന്താ ഉപയോഗിക്കുന്നത്, എന്താണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ അങ്ങനത്തെ യങ്സ്റ്റേഴ്സിന് ഇപ്പോ അധികം ജിമ്മിലോട്ട് വരാൻ ഇപ്പൊ അധികം എന്ത് ചെയ്യണം, പ്രൊമോട്ട് ഇപ്പൊ ചെയ്തു തുടങ്ങിയ ആളുകൾ. അപ്പൊ അതിപ്പോ എന്താ നമ്മൾ ജിം പൈസ നമുക്ക് എന്തോ ഒരു ഗുണം എന്താണ്, അതുപോലെ ലഹരി നമുക്ക് എന്താ ഇമ്പോർട്ടന്റ് തോന്നുന്നത്. അതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു 10-12 വയസ്സിൽ ഈ ഒരു മേഖലയ്ക്ക് വന്നതുകൊണ്ട്, പ്രത്യേകിച്ച് പരപ്പനങ്ങാടി മേഖലയില് ഒരുപാട് ആളുകളെടുത്ത് നമ്മളെ നമ്പർ കൊണ്ട് ഒരുപാട് ആളുകളെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ. ഇപ്പൊ നിലവില് ആദ്യം നമ്മളെ ഒരു കൂടെയുള്ള വർക്കൗട്ടിൽ അല്ലെങ്കിൽ നമ്മളെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വർക്കൗട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യണത്. പിന്നെ നമ്മളെ സെയിം ഏജ് കാറ്റഗറി പെട്ട ആളുകളെ കൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവരെ മക്കള് നമ്മളെ അടുത്ത് വരുന്ന ഒരു ടൈമിലേക്ക് ഇപ്പൊ എത്തി, അവരെ മക്കൾ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന ഒരു ടൈമിലേക്ക്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു ദിവസം മിനിമം 1-2 അതായത് പാരന്റ്സ് ഇതേപോലെ തന്നെ നമ്മളെ വിളിക്കുകയാണ്. ഇതേപോലെ തന്നെ മോന് എത്താൻ വൈകി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി വീട്ടിലേക്ക് എത്താൻ വൈകുന്നുണ്ട്, ടർഫിക്ക് തന്നെ പോവാണ്, അല്ലാന്നുണ്ടെങ്കിൽ ജിമ്മിക്ക് തന്നെ പോവാണ്, ഓൻ അവിടുന്ന് പോന്നിക്കണോ, അതേപോലെ തന്നെ കുറച്ച് അവന്റെ സ്വഭാവത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഓരോ ആളുകളും നമ്മളോടാണ് പറഞ്ഞത്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഗുണ്ടകൾ എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ നിന്ന് ഇന്നിപ്പോ ജിമ്മിലോട്ട് പറഞ്ഞയച്ചാൽ ഈ ലഹരിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാന്നുള്ളതിന്റെ ഉത്തമ ഒരു തെളിവ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്നെ തന്നെ വേണം പറയാം. കാരണം ഞാൻ അന്ന് പോയതുകൊണ്ട് ഇന്ന് വരെ ഞാൻ എന്റെ കൈ കൊണ്ട് ലഹരി കാര്യങ്ങളും ഒന്നും തൊട്ടില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പൊ ഓക്കെ,
ഞാൻ പറഞ്ഞെങ്കിൽ ഈ പുതിയ യങ്സ്റ്റേഴ്സ് സത്യത്തിൽ പറയണമെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അറിയാതെ, അതായത് വീട്ടിലായാലും നാട്ടിലായിക്കണമെങ്കിൽ എവിടെ പോയിട്ടും ഈ സാധനം യൂസ് ചെയ്യും. പ്രത്യേകിച്ച് MDM പോലത്തെ, ഇന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു സാധനം MDM പോലത്തെ സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും കണ്ടുപിടിക്കാനോ ഇതാക്കാനോ പറ്റൂല. എവിടെയും പോയി നിൽക്കുക, എവിടെയും ഇതാവാ. അപ്പൊ ആ രീതിക്കുള്ളത് കൊണ്ട് ഇന്ന് ഒരുപാട് ആളുകൾക്ക്, മാതാപിതാക്കൾക്ക്, ഒരുപാട് ആൾക്കാർക്ക് ഇന്ന് പേടിയാണ് ഈ സാധനം. അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ന് കുറെ ആളുകൾ പറഞ്ഞേക്കുന്നുണ്ട് ജിമ്മിലോട്ട്. പിന്നെ ഈ പഠിപ്പ് എന്നുള്ളതിനോണ്ട്, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പഠിക്കണ കുട്ടികളല്ല കൂടുതൽ, പഠിപ്പിന് വേണ്ടിയിട്ട് ഒരു സമയം, വർക്കൗട്ടിന് ഒരു സമയം കൂടെ എന്തായാലും മാതാപിതാക്കൾ കൊടുക്കുക. രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ മക്കള് ഒരുപാട് സ്ട്രെസ് ഇങ്ങനെ വരുമ്പോ വേറെ എന്തിലേക്കെങ്കിലും പോകും. അതിനേക്കാളും പറ്റിയ ഒരു ഹാഫ് ആൻ അവർ ശരിക്കും ഒരുപാട് പാരന്റ്സിനെ അറിയാഞ്ഞിട്ടാണ് എന്ത് ഇതിന്റെ ഉള്ളിലത്തെ ഒരു ഇത്. അതായത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഒരു പല ആളുകളായിട്ടുള്ള ഒരു മിംഗ്ലിംഗ് കൂടാണ് ഇവിടെ വന്നാല്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പറഞ്ഞയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ അവയർനെസ് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഇനിയിപ്പോ എടുത്തു പറയാനുള്ള മെയിൻ ഒരു കാരണം നമ്മളെ ജിമ്മില് 1.5 കൊല്ലായി. ഈ ജിമ്മിൽ സ്റ്റുഡൻസ് തന്നെ അവർ പറയും വീട്ടിൽ ഫുൾ ടൈം ഉള്ളിലിരിക്കാണ്, പുറകോട്ട് ബന്ധമില്ല, പിന്നെ ക്ലാസ് കഴിഞ്ഞാൽ നേരെ ട്യൂഷന്, അത് കഴിഞ്ഞാൽ നേരെ കെടുത്തോ, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആവുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു ഇത് അവർ കാണുന്നുണ്ട്. അതായത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഈ മൊബൈലും കൂടെ, അതും കൂടെ പറയണതിന്റെ കൂടെ ഈ ലഹരിയും മൊബൈലും. ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ എല്ലാരും എടുത്തു നോക്കിയാറ് മൊബൈൽ എന്നുള്ള ഒരു സാധനം ശരിക്കും ഒരാളെ വീട്ടില് തളച്ചിടുന്ന സാധനം, ഐ മീൻ കെട്ടിടുന്ന ഒരു സാധനം. അവര് പുറത്തിപ്പോ എവിടെ പോയാലും, ഇപ്പം സന്തോഷമുള്ള ഒരു മേഖല, അതായത് കല്യാണം, സൽക്കാരം, അങ്ങനത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി കാര്യങ്ങൾക്ക് പോയാലും പല ആളുകളും കളിക്കുണ്ടാവും, ചിരിക്കുണ്ടാവും. എന്നാൽ അതിന്റെ ഇടയിലൂടെ ഈ ഫോണിലേക്ക് പോണ ഒരു ഇതാണ്. ഇനിയിപ്പോ നമ്മളൊരു ഫാമിലി മീറ്റപ്പ് വെക്കാം, ജിമ്മിൽ തന്നെ ആദ്യം പറഞ്ഞാൽ ഫോണോട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ വർക്കൗട്ട് പോയി നോക്കും. ഈവൻ നമ്മളെ എല്ലാവരും അവസ്ഥ അതിലേക്ക് മാറി, അത്രയും അഡിക്ഷൻ ആയി ഫോണിനോട്. അതേപോലത്തെ ഒരു സാധനം തന്നെയാണ് എന്ത് ലഹരി. അപ്പൊ ഈ രണ്ട് സംഭവം അതിനോടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കള് ഒതുങ്ങിക്കൂടാണ്, ആളുകളോട് സംസാരം കുറവാണ്. സംസാരിക്കാൻ അങ്ങനെ മീൻ ചാറ്റിംഗ് ഉണ്ടാവും, ഭയങ്കര ഫോണിലൂടെ ഭയങ്കര കോണ്ടാക്ട്സ് ആകാരം. നേരിട്ട് കണ്ടുകയാണെങ്കിൽ സംസാരിക്കാൻ മടി, അങ്ങനെ ഫേസ് ചെയ്യാൻ മടി. ഇതിനൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മാതാപിതാക്കൾ എന്ത് ചെയ്യാ, ഇവരെ നമ്മൾക്ക് ഒരു ജിമ്മിലെ ആളുകൾ കൂടാൻ വേണ്ടി പറയല്ല. നിങ്ങൾ ഏത് ജിമ്മില്, ഇപ്പൊ ഈ ജിമ്മിലേക്ക് തന്നെ പറഞ്ഞേക്കണമെന്നില്ല, ഏത് ജിമ്മിലേക്കാണെന്നുണ്ടെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 40 മിനിറ്റെങ്കിലും അവരെ ജിമ്മിലോട്ട് വിടുക. ഇതിനോടുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലഹരിനോടുള്ള ഒരു താല്പര്യം പറ്റ പോകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ബോഡിയിലുള്ള ഒരു ട്രാൻസ്ഫോം മീൻസ് ആ ഒരു മാറ്റം കാണുമ്പോൾ തന്നെ പിന്നെ ഇവർക്ക് ബോഡിനോടായി താല്പര്യം. അപ്പൊ ഇങ്ങനെ തോന്നുന്നു എന്താ വെച്ചാൽ ഞാനൊക്കെ ചിന്തിച്ച എങ്ങനെ വെച്ചെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കണ പൈസക്ക് ഒരു കോഴിമുട്ട കിട്ടും. അപ്പൊ ആ കോഴിമുട്ട കഴിച്ചാൽ എന്താണ് ബോഡിക്കാണ് അതിന്റെ ബെനിഫിറ്റ്. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയതാ. ഇന്നും നമുക്ക് വരുന്ന പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണേ ആ ഒരു രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പൊ ധൈര്യമായിട്ട് ഏത് ജിമ്മിലാണെങ്കിലും ധൈര്യമായിട്ട് മക്കളെ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ സപ്ലിമെന്റ്സ് സപ്ലിമെന്റ്സ് പറഞ്ഞാൽ കുറെ ഉണ്ട്. ഇപ്പൊ സ്റ്റിറോയിഡ്സ് ഉണ്ട്, അതുപോലെ നല്ല പ്രോട്ടീൻസ് ഉണ്ട്, ക്രിയാറ്റിൻ ഉണ്ട്. ഇത് കഴിച്ചാൽ വീട്ടുകാർ അവിടെ പറയും ക്രിയാറ്റിൻ ഇപ്പൊ കിഡ്നി അടിച്ചു പണ്ടേ ഉള്ളതാണ്. ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്യാനും ചെയ്യുന്നവരുണ്ട്. രണ്ടും ചെയ്തുള്ള ഗുണം എന്താണ്, ദോഷം എന്താണ്, അതിനുള്ള നല്ലതാണോ, അതിലിപ്പോ എന്താ ഡൗട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും സപ്ലിമെന്റ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്ലിമെന്റ് ഫോമില് വേണമെങ്കിൽ എടുക്കാം. സമയവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളൊരു എന്താ പറയാ ഫുഡിന്റെ ഒരു ചാർട്ട് മീൻസ് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട്, ഡയറ്റിന്റെ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ടൈം ടു ടൈം നമ്മളിപ്പോ മരുന്ന് കഴിക്കണ പോലെ അങ്ങനെ അങ്ങ് കഴിക്കാൻ നാച്ചുറൽ ഫുഡിനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഫുഡ് തന്നെ എടുക്കുക, ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ ഇത്ര ഗ്രാം പ്രോട്ടീൻ, ഇത്ര ഗ്രാം കാർബ്സ്, ഇത്ര ഗ്രാം ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കണം എന്നുള്ളത് ഒരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ഇരുന്ന് കഴിക്കാനുള്ള സമയം നമുക്ക് വേണം. ഇന്ന് എല്ലാവരും പല തിരക്കുള്ള ആൾക്കാരാണ്. ഇപ്പൊ ജോലിയിലാണെന്നുണ്ടെങ്കിലും അതിന് അതേപോലെ തന്നെ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ കോഴിക്കോട് പഠിക്കുന്ന പിള്ളേരുണ്ടാവും, ഇവിടുന്ന് കോഴിക്കോട് പോകാനുണ്ടാവും, ചിലപ്പോൾ എറണാകുളത്ത് പഠിക്കുന്ന പിള്ളേരുണ്ടാവും, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. ഹോസ്റ്റലിന്റെ കഥ പറയണ്ട, കാരണം ഫുഡ് വളരെ മോശമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഫുഡ് വിത്ത് സപ്ലിമെന്റ്സ്, അതിനാണ് മെയിൻ ആയിട്ട് സപ്ലിമെന്റ്സും കൂടെ എടുക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മസിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഇൻടേക്ക് കുറച്ച് കൂട്ടണം. പിന്നെ പറഞ്ഞ പോലെ തന്നെ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഒരു പാവം സപ്ലിമെന്റാ. ശരിക്കും കിഡ്നിക്ക് പ്രശ്നമുള്ള ആളുകൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് പ്രോട്ടീൻ ആയിക്കണമെങ്കിലും എല്ലാ കാര്യങ്ങളും നോക്കണേ. ഇവൻ എന്തിനാണ് പറഞ്ഞു കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണ വരെ അതിന് വരെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കാണ്ട് ഇപ്പൊ സപ്ലിമെന്റ് ഫോമിൽ എടുക്കണതിന് ഒരു കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞ സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ പോലെ ഒരു വേ പ്രോട്ടീൻ എടുക്കണതിന് ഒരു കുഴപ്പമില്ല, പാലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ക്രിയാറ്റിന് ഒരു കുഴപ്പമില്ല, അതേപോലെ മൾട്ടി വിറ്റാമിൻ, പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ ഫിഷ് ഓയിൽ, ഒമേഗ 3
പിന്നെ അങ്ങനത്തെ കുറച്ച് സപ്ലിമെന്റ്സ്, സിങ്ക് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളില്ലേ, അതായത് സപ്ലിമെന്റ്സ് ഫോമിൽ എടുക്കണ, അത് ചൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രാൻഡ് എടുക്കുക. നല്ല ബ്രാൻഡ്. 10, അതായത് ശരിക്കും ഓൺലൈനിലൊക്കെ നമുക്ക് ചില സാധനങ്ങൾ കിട്ടും ഓഫില്. അപ്പൊ ആ സാധനം എല്ലാം നല്ലതല്ല, അല്ലെങ്കിൽ എല്ലാം മോശം എന്നുള്ളതല്ല പറഞ്ഞത്. നല്ല ബ്രാൻഡ് ചൂസ് ചെയ്യുക, യൂസ് ചെയ്യുക, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ 2-3 വീക്കായിട്ട് ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട്, ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ടൈമിൽ അറ്റാക്കായി മരിക്കുക, 2-3 കേസ് പഠിപ്പിച്ചു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പേടിണ്ടാവും മക്കൾ ജിമ്മിൽ പറഞ്ഞേക്കാന്, ഫാമിലീസിന്റെ കാര്യം പറഞ്ഞാൽ. അപ്പൊ അത് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ആർക്ക് കൂടുതലായിട്ട് അറിയാം. അപ്പൊ അത് ഉറക്കത്തിന് പ്രശ്നമാവാം, അല്ലെങ്കിൽ വാമപ്പേയത്തിന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആവാം. അപ്പൊ അതിനെന്തെങ്കിലും തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത്? അതിലെങ്ങനെ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അത് മാത്രമെന്നല്ല, എങ്ങനെ മരണപ്പെട്ടാലും, അതായത് ജിമ്മിന്ന് ഒരാൾ തലകറങ്ങി വീണാലും, ഇനി നാച്ചുറൽ ഡെത്ത് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും കുറ്റം വരല് ജിമ്മിനാണ്. അത് ആ പയ്യന് സപ്ലിമെന്റ് പ്രോട്ടീൻ യൂസ് ചെയ്തതിന്, ഈ പ്രോട്ടീൻ യൂസ് ചെയ്തതിന് എന്നിട്ട് ഈ പ്രോട്ടീനെ ഭയങ്കര ഒരു വില്ലനാക്കിയാണ് കൂടുതൽ ആളുകളും പറയുന്നത്. എന്ത് സംഭവിച്ചാലും ജിമ്മിനും കുറ്റാണ്, പ്രോട്ടീനും കുറ്റാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അല്ലാതെ അങ്ങനെ വരുന്നതുണ്ടാവാം പല രീതിയിൽ. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചിലപ്പോൾ തൊണ്ട കുടുങ്ങിയിട്ട് മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാർഡിയക് അറസ്റ്റ് വന്നിട്ട് മരിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കാർഡിയക് അറസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സംഭവം. അത് ജിമ്മിൽ നിന്നല്ല, എല്ലായിടത്തും ഉണ്ട്. പിന്നെ മെയിൻലി ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെന്താ പറയാ, ശരിക്കും പ്രോപ്പർ ആയിട്ട് വാമപ്പ് ചെയ്യാം. മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു സംഭവമാണ്. ഒരുപാട് ആൾക്കാർ നമ്മൾ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം, അവർ വന്നാണ് ജസ്റ്റ് കൈയൊക്കെ ഒന്ന് വീശി, കാലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി 2 പുഷപ്പ് അടിച്ച് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തന്നെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും ഒരു വർക്കൗട്ട് ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫസ്റ്റ് സെറ്റ് ആണെങ്കിൽ ഒരു വാമപ്പ് സെറ്റ് ആയിട്ട് അതിനെ ഒരു വാമപ്പ് സെറ്റ് ആയിട്ട് കൂട്ടുക. ഒരു ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഒരു ബെഞ്ച് പ്രസ് ആണെന്നുണ്ടെങ്കിൽ ലോ വെയിറ്റ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാമപ്പ്, ഒന്ന് ഈ ബോഡിനെ ഹീറ്റ് ആക്കുക, ബ്ലഡ് ഫ്ലോ കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് കാര്യങ്ങൾ അതല്ല കാണുന്നത്. അതായത് ഫസ്റ്റ് കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും, അയാൾ ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബെഞ്ച് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ ഒരു 60 കിലോ 100 കിലോ ഒക്കെ അടിക്കണം. അപ്പൊ എങ്ങനെയെങ്കിലും അതിനാണ് ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെ വെച്ചാൽ എനിക്കും അതേമാതിരി അടിക്കണം. ഓരോ ആളുകളുടെ കപ്പാസിറ്റി, ഓരോ ആളുകളെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചൂസ് ചെയ്യുകയും ചെയ്യുക, വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുക. ഒരുപാട് ചെയ്തുകണെന്ന് വിചാരിച്ചിട്ട് എന്താവണില്ല, ഒന്നും ഉണ്ടാവില്ല. അതായത് മസിലും ബിൽഡ് ചെയ്യില്ല, ഒരുപാട് ഇഞ്ചുറീസ് ബാക്കിയാവും. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ ജിമ്മിൽ ഒരു 1 year ആയി. ഞാൻ ഏകദേശം വേറെ 2-3 ജിമ്മിൽ പോയിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ ആണുള്ള ജിമ്മിലാണ്. ഏകദേശം 2-3 മാസം കൂടുമ്പോൾ തന്നെ ഏറ്റവും ഇതിലെല്ലാം എക്യുപ്മെന്റ്സ് മാറുന്നത്, അതുപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നത്. ഇതിനൊക്കെ ചെയ്യാനുള്ള കാരണം എന്താ? എന്തെങ്കിലും റീസണോ അല്ലെങ്കിൽ തോന്നിയിട്ടാണോ? ഞാന് പല ജിമ്മില്, അതായത് നാട്ടിലെ ജിമ്മിലല്ല, ഞാൻ പുറത്താണെങ്കിലും പല ജിമ്മില് നമ്മൾ പോലെ. നാട്ടിലെ ജിമ്മിൽ പൊതുവേ പോകലില്ല, കാരണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ആളുകളുണ്ടാ, നമ്മള് ഇവിടെ ആള് കുറവാകുമ്പോ അവിടെ പോയതാണോ എന്നൊക്കെ തോന്നാം. അപ്പൊ അതുകൊണ്ടാണ് പോകാത്തത്. ആരോടൊരു ദേഷ്യമില്ല, ഒന്നുമില്ല. മെയിൻ ആയിട്ട് എന്താ വെച്ചെങ്കിൽ, പല സ്ഥലത്തും ആളുകൾ പല ജിമ്മിൽ നിന്നും നമ്മളെ ജിമ്മിലോട്ട് വരുമ്പോ പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അവിടുത്തെ ജിമ്മിലെ ക്രോസ് ഓവറിന്റെ കേബിൾ പൊട്ടി കിടക്കാണ്, അല്ലെങ്കിൽ ആ മെഷീൻ കംപ്ലൈന്റ് ആയി കിടക്കാണ്, അതിനെ മെയിന്റനൻസ് ഇല്ല എന്നുള്ള ഒരുപാട് പരാതികൾ കേൾക്കാണ്. അപ്പം അന്ന് ആ ഒരു കുറെ കാലങ്ങൾക്ക് മുന്നേ കേട്ട സംഭവമാണ്. അന്ന് തൊട്ടുള്ള ഒരു തീരുമാനമാണ് എന്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിമ്മില് എന്താ പറയാ, എക്യുപ്മെന്റ് കംപ്ലൈന്റ് ആയിട്ട് കിടക്കരുത്. പിന്നെ അതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുക. കാരണം നമ്മളെ വീടാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, നമ്മളെ റൂം ആണെന്നുണ്ടെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മൾ അതിനെ കൊണ്ടുനടക്കല്. അതേപോലെ തന്നെ ആയിരിക്കും ജിമ്മ്. അതേപോലെ റെക്സിനൊക്കെ ചില ജിമ്മിലൊക്കെ പോയാൽ കാണാം ഫുള്ളായിട്ട് പൊളിഞ്ഞ് നാറി. കാരണം പല ആളുകള് റെക്സിന് കുറച്ചും കൂടെ വയർപ്പ് പിടിക്കാത്ത സാധനമാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളത്തെ ഫോം എന്ന് പറഞ്ഞ സാധനം വയർപ്പ് കംപ്ലീറ്റ് വലിച്ചെടുക്കുന്ന സാധനം. ജിമ്മിലൂടെ കഥ പറഞ്ഞപ്പോഴാണ് അതുപോലെ ഇപ്പൊ ടർക്കി ഇപ്പോൾ യൂസ് ചെയ്ത ആളുകളുണ്ട്. അതിന് ഇമ്പോർട്ടന്റ് അത് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ആർക്കും അറിയാം. അത് വെറുതെ ജസ്റ്റ് ഒരു നമുക്ക് വേണ്ടി കൊണ്ടുവരുന്ന പോലെയാണ്. അതാണ്. അപ്പൊ അതിലെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫോമില് വയർപ്പ് വലിച്ചെടുക്കും. വയർപ്പ് എന്നല്ല, വെള്ളം എന്താണെങ്കിലും വലിച്ചെടുക്കും. അപ്പൊ അതിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എന്താ പറയാ, ബാക്ടീരിയ പോലത്തെ സാധനങ്ങൾ ഒരുപാട് ജിമ്മിലുണ്ടാവും. അത് 100% ഗ്യാരണ്ടിയാണ്. അതിന് വേറൊരു കാര്യം കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫോഗ് ചെയ്യുന്നുണ്ട് ഇവിടെ. മന്ത്ലിയോ അല്ലെങ്കിൽ 15 days കൂടുമ്പോഴും ഫോഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനും ലിമിറ്റേഷൻ ഉണ്ട്. കഴിയണതും എല്ലാവരും ടവൽ യൂസ് ചെയ്ത് കണ്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന മെയിന്റനൻസിന്റെ കാര്യമാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ മെയിന്റനൻസും ചെയ്യണത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, പാഷനും ആൻഡ് പ്രൊഫഷനും കൂടെ ആയതുകൊണ്ടാണ് എനിക്ക് പുതിയ എക്യുപ്മെന്റ് വരുമ്പോത്തിന് എനിക്ക് അത് വേണം. ഇന്നും കൂടെ ഞാൻ നിസാർക്കാനോട് ചോദിച്ചിട്ടുള്ളൂ, നമുക്ക് ഇനി ഏതെങ്കിലും പുതിയ മെഷീൻ ഇല്ലേ, ഇന്നും കൂടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. കാരണം ഏതെങ്കിലും പുതിയ മെഷീൻ വേണമെന്നുള്ളത് ആള് പറഞ്ഞിപ്പം എന്താ പറയാ, ഇവിടെ ക്ലയൻസ് പറഞ്ഞ പോലെ തന്നെ നിസാർക്കും പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
പിന്നെ അപ്ഡേഷന്റെ മാക്സിമം ആണ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഇവിടെ വരുന്നവർക്കറിയാം. പിന്നെ ഒരുപാട് ആളുകൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജിമ്മിന്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ, എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇന്നും അറിയില്ല ഒരുപാട് ആൾക്കാർ. അപ്പൊ അത് വന്നാല്, അതായത് മാക്സിമം നമ്മള് മോസ്റ്റ് വെൽക്കം ചെയ്യാണ്. ജസ്റ്റ് ഒരു ദിവസം നമ്മളെ ജിമ്മിലോട്ട് വരിക. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ അധികം ജിമ്മിൽ പറഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്യുക, വീട്ടിൽ പോവുക, വർക്ക്ഔട്ട് പോവുക, അങ്ങനെ സിസ്റ്റമാണ്. ഇപ്പോൾ ഞാൻ ബാച്ച് വന്നതിന് ശേഷമാണ് ഇപ്പൊ ഏകദേശം കുറെ ആളുകൾ പറഞ്ഞത് ഇപ്പോൾ ജിമ്മിൽ ഹാപ്പിയാണ്. അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്, അത് നമ്മൾ എല്ലാവരും ഒന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റു ജിമ്മിൽ പോയാൽ വല്ല പ്രോഗ്രാംസ് ഉണ്ടാവില്ല, വർക്ക്ഔട്ട് ചെയ്യുക, വീട്ടിൽ പോയി എന്തെങ്കിലും വലിയ സെലിബ്രേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ഇമ്പോർട്ടന്റ് കൊടുക്കാതെ ജിമ്മുകളുണ്ട്. പക്ഷെ നമ്മൾ ഏകദേശം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതുകൊണ്ട് അതിനുള്ള ഒരു ഗുണങ്ങൾ നമുക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് ചെയ്യാനുള്ള റീസൺ എന്താ, തീരെ ചെയ്യില്ല, ഓണർമാർ അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. അതെ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ വെറും ഒരു ഏൺ ചെയ്യാന്നുള്ളതിലുപരി ഏൺ ചെയ്യണം, അതായത് ഏണിങ്ങും വേണം, അതും കൂടെ ആകുമ്പോഴാണ് ഇത് മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ അതിലുപരി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആളുകളെ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയാ, ഒരു കമ്മ്യൂണിറ്റി മീൻസ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക. ഞാൻ എപ്പോഴും ഇവിടെ പറഞ്ഞ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. അതായത് ഈ ജിമ്മിൽ വരുന്ന ക്ലയൻസും ട്രെയിനേഴ്സും ഓണേഴ്സ് അങ്ങനെയല്ല, നമ്മളതാണ്. നമ്മളെല്ലാരും കൂടെയാണ് ഇതിനെന്ത് ചെയ്യേണ്ടത്, ഈ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത്. ഇന്നിപ്പോ നമുക്കറിയാം, ഓരോ സ്കൂളുകളാണെന്നുണ്ടെങ്കിലും ഓരോ ടീമിനും ഓരോ സ്കൂളാണ് അല്ലെ, ഓരോ സ്കൂള് ഓരോ ഇത്. പക്ഷെ ഇവിടെ എല്ലാവരും വന്ന് വർക്ക്ഔട്ട് ചെയ്യണം. അതായത് എടുത്തു പറയുകയാണെങ്കിൽ എല്ലാ മതസ്ഥരും വന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന സ്ഥലമാണ്. യെസ്, വളരെ പ്രൊഫഷണൽ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കള്ളൻ മുതലിച്ചിട്ട് പോലീസ് മുതലിച്ചിട്ട് എല്ലാ ടീമും എല്ലാ ആളുകളും വരുന്നതാണ്. അപ്പൊ ഇതിന് ശരിക്കും നമ്മൾ എന്താ പറയുക, എല്ലാവരും കൂടെ ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മ. ഞാൻ അത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് പല രീതിയിൽ ചിന്തിക്കണ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ജിമ്മ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും നമ്മൾ സംസാരിക്കണത് ഇതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പി മീൻസ് എത്ര ജന്മങ്ങൾ ഉണ്ടെങ്കിലും, നമുക്ക് ജന്മങ്ങൾ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ജന്മം ഉണ്ടെങ്കിലും ഒന്നുമില്ല. അതാണ് പറഞ്ഞത്, എല്ലാവരും ഒരേ രീതിയിൽ ഒരേ ഇതില് ചിന്തിക്കണേ. നമ്മളിപ്പം ഓണത്തിന്റെ പരിപാടി നടത്തുന്നു, ഓരോ പരിപാടികൾ നടത്തുമ്പോ നോമ്പൂറ നടത്തുന്നത്. അപ്പൊ അതിലേക്കുള്ള കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരു ആവേശം, നമുക്ക് അങ്ങനെ ആക്കാം എല്ലാവരും ചിലപ്പോൾ തുടക്കം തൊട്ടിട്ട് ലാസ്റ്റ് വരെ, അതായത് ലാസ്റ്റ് ക്ലീൻ ചെയ്ത് വരെ പോണ ആളുകൾ നമ്മളെ കൂടെ ഉണ്ട്. എല്ലാത്തിനും കട്ടക്ക് സപ്പോർട്ട് ചെയ്യണ ഒരു നല്ലൊരു ഗ്യാങ്, അല്ലെങ്കിൽ നല്ലൊരു യങ്സ്റ്റേഴ്സ്, നല്ലൊരു കമ്മ്യൂണിറ്റി, ഒരു ടീം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ അതിന് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്തിന് ഒറ്റക്ക് ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ആലോചിക്കും വരെ ഭയങ്കര നമുക്ക് തന്നെ ഒരു ഹാപ്പി, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹാപ്പി ഹോർമോൺ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇങ്ങനെ അത്രയും എന്താ പറയാ, ഒരു പവറാണ് ഇതിന്. ഇപ്പൊ നമ്മളിപ്പോ 6 ജിമ്മായി, 6 ജിമ്മായി. ഇപ്പൊ ചിലവർക്ക് എത്ര തോന്നെ ജിമ്മ് തുടങ്ങി കഴിഞ്ഞാല് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നല്ല പൈസ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതിന്റെ കഷ്ടപ്പാട് അറിയില്ല. കാരണം ജിമ്മ് അത്ര മെയിൻറ്റെയിൻസ് ചെയ്യാൻ ജിമ്മ് അത് ഭയങ്കര ടാസ്ക് ആണ്. ഇത്രയും ജിമ്മ് കൊണ്ടുനടക്കുക, തീർച്ചയായിട്ടും അതിന് കുറെ ഇതുണ്ട്, റിസ്ക് എടുക്കുന്നുണ്ടാവും. ഉദ്ദേശിക്കുന്ന ലാഭമല്ല അതാണ്. എന്താ പറയാ, അതായത് സെയിൽ ചെയ്യണ ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താ പറയാ, ഞാൻ എപ്പോഴും നമ്മളിവിടെ വാങ്ങിക്കണ ഫീസ്, ആ ഫീസിൽ എന്താ പറയാ, ഒരിക്കലും നമുക്കൊരു കുറ്റബോധം തോന്നൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നോളജ്, അതേപോലെ തന്നെ നമ്മൾ ഇത്രയും ഫെസിലിറ്റിയും കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഫീസ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് ഉണ്ടാവുന്ന ഗുണം എന്താണ്, അയാൾ ഭയങ്കര ഹെൽത്ത് ആയിട്ട് ഇരിക്കുക. പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കോണ്ടാക്ട്സ്, ഹെൽത്ത് കാര്യങ്ങൾ, അയാൾ ഹാപ്പി ആയിരിക്കും. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. നേരെ മറിച്ച് നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മാക്സിമം ചില പല നുണക്കഥകളും പറഞ്ഞുകൊണ്ടാക്കാറ് ചിലപ്പോൾ അതിന് നമ്മൾ സെയിൽ ചെയ്യണം. അപ്പൊ അതും ഇതും കൂടെ വെച്ചാണ് നോക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ലേ. അപ്പൊ നമ്മളൊരു സാധനം വെറുതെ നുണ പറഞ്ഞിട്ട് വിൽക്കണ ഒരു സാധനവും ഈ ഇങ്ങനെ ജിമ്മ് നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിലാണ് ഹാപ്പി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരും പറ്റിക്കണില്ല. ഇപ്പൊ ചില ആളുകൾ വന്നുകൊണ്ട് ചോദിക്കും വെയിറ്റ് കൂട്ടുന്നതിനെ പറ്റി. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞല്ലോ, പല നമ്മളിപ്പോ എന്തിനാ പറഞ്ഞത്, ഇതന്നെ നമ്മള് ഇപ്പൊ ജിമ്മ് തുടങ്ങുമ്പോൾ ഈ 6 ജിമ്മിന്റെ കാര്യം. ഈ 6 ജിമ്മിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് പറഞ്ഞ പോലെ തന്നെ നമ്മള് ഏണിംഗ് എന്നുള്ളത് ഒരു മെയിൻ ഘടകം തന്നെയാണ്. കാരണം ബിസിനസ് ആ രീതിയിൽ നോക്കണം. അതിനുപരി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആളുകൾക്ക് അറിയാം മെയിന്റനൻസിന്റെ കാര്യം. മീൻസ് എക്യുപ്മെന്റ് ചേഞ്ച് ചെയ്യണം. ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 6 മാസം 3 മാസം കൂടുമ്പോൾ, ഇപ്പൊ ഇവിടെ തന്നെ ഒരു 3 മാസം വർക്കൗട്ട് നിർത്തിപ്പോയി പിറ്റത്തെ റീജോയിൻ ചെയ്യാൻ വരുമ്പോൾ ചോദിക്കും, ഇതിപ്പോ ഇത്രയും മാറിയോന്ന് ചോദിക്കണ ഒരു ഇതിൽ. കാരണം നമ്മൾ അങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അറിയാൻ പറ്റും അപ്ഡേറ്റഡ് ആണ് ജിമ്മ്. അപ്പം ആ ഒരു രീതിയിൽ എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പൈസ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പൈസ കയ്യിൽ വരുമ്പോൾ എന്തെങ്കിലും കുറച്ച് ഒരു സേവിങ്സ് വരുമ്പോൾ എനിക്ക് തോന്നൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, എനിക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് വാങ്ങണം എന്നുള്ള രീതിക്ക്.